വളരെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലാണ് ഈ ഭ്രാന്ത് കുറച്ച് കൂടുതൽ എന്ന് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. ഞാൻ കുറ്റം പറയല്ല. നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് എന്നല്ല, നമ്മുടെ ഈ ചുറ്റുവട്ടത്ത്, നമ്മുടെ ഈ കേരളത്തിൽ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ സന്ദർശിച്ച സമയത്ത് പല സമയങ്ങളിലും പല നാടുകളിലെത്തിയപ്പോൾ ആ നാട്ടിലുള്ള കളിക്കാർ തന്നെ കളിക്കാൻ പോയിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇത്രയില്ല, ഇത്ര ഭ്രാന്തില്ല. എത്ര അടിയുടെ ഫ്ലെക്സുകളാണ് നമ്മുടെ ചെറുപ്പക്കാർ ഓരോ സ്ഥലങ്ങളിലും സ്ഥാപിക്കുന്നത്. പല നാടുകളിലും ചെല്ലുമ്പോൾ, ഞാൻ നേരത്തെ സേവനം ചെയ്തിരുന്ന ചങ്ങനാശ്ശേരിയിൽ അതിന്റെ അനുബന്ധ പ്രദേശങ്ങളിലൊക്കെ മലബാറിൽ അന്ന് പ്രസംഗിക്കാൻ പോകുമ്പോൾ മലബാറിലേക്ക് ചില സ്ഥലങ്ങൾ ബ്രസീലിയൻ ഗ്രാമങ്ങളാണ്. ചില ഗ്രാമങ്ങൾ മറ്റു പല രാജ്യങ്ങളുടെയും കൊടികൾ കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചിരിക്കുകയാണ്. തിരിച്ചു വന്നിട്ട് ആ മഹലിൽ വരുമ്പോൾ ആ നാട്ടുകാരായ ആളുകൾ അത് അറിഞ്ഞിട്ട് പോലും ഇല്ലാന്ന് തോന്നും. കാരണം അവിടെ എങ്ങും ഒരു കൊടിയോ തോരണോ ഒന്നുമില്ല. ഇവിടെ നീ മൂവാറ്റുപുഴയിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കയറിയാല് ആ ഭാഗത്തൊന്ന് നിങ്ങളൊന്ന് യാത്ര ചെയ്ത് നോക്കൂ. ഞാൻ വെറുതെ പറഞ്ഞല്ല. MC റോഡിലൂടെ ഇവിടുന്ന് അങ്ങോട്ട് യാത്ര ചെയ്തിട്ട് മൂവാറ്റുപുഴ കഴിഞ്ഞ് കൂത്താട്ടുകുളം മുതൽ അങ്ങ് ചങ്ങനാശ്ശേരി വരെയുള്ള ഭാഗങ്ങൾ യാത്ര ചെയ്ത് നോക്കൂ. അവിടെയൊക്കെ താമസിക്കുന്ന സമൂഹം, അവർക്കും പന്തുകളിയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ അത്ര വലിയൊരു ആവേശം അവരിലേക്കില്ല. മറിച്ച് അവരുടെ ഫോക്കസ് പലപ്പോഴും പഠനത്തിലാണ് എന്ന് തോന്നിയിട്ടുണ്ട്. അവരുടെ യുവാക്കൾ അവരുടെ പൈസ കൃത്യമായി വിനിയോഗിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു. അവരുടെ ഫോക്കസ് അവരുടെ ഫ്യൂച്ചറിൽ, അവരുടെ കരിയറിൽ. നമ്മുടെ സമൂഹം പലപ്പോഴും അത്തരം വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തെറ്റിപ്പോവാണ്. നമുക്ക് പണ്ട് മുതലേ കിട്ടിയ പാരമ്പര്യമൊന്നുമല്ല ഈ കളിയോടുള്ള ഭ്രാന്ത്. വിനോദങ്ങൾ ഉണ്ടാവണം, കളിക്കണം, അതിനൊക്കെ എല്ലാ സപ്പോർട്ടുള്ള ഒരാളാണ് ഞാൻ. ചില ആളുകൾ പറയുന്ന കേട്ടാത്തൊന്നും പണ്ട് മുതലേ പാരമ്പര്യത്തിൽ അലിഞ്ഞു ചേർന്ന അല്ല. മുസ്ലിമിന്റെ പാരമ്പര്യത്തിൽ, മലബാറിലെ മുസ്ലിമിന്റെ പാരമ്പര്യത്തിൽ അലിഞ്ഞു ചേർന്നത് സത്യത്തിൽ അറിവിനോടുള്ള അങ്ങേയറ്റത്തെ അന്വേഷണ ത്വരയാണ്. ഇൽമു കിട്ടാനുള്ള, അറിവ് നേടാനുള്ള, അറിവ് എവിടെ നിന്നും സമ്പാദിക്കാനുള്ള ത്വരയാണ് മലബാറിലെ മുസ്ലിമിനുണ്ടായിരുന്നത്. അവിടേക്ക് കടന്നു വന്ന ഇത്തരം കളികളോടുള്ള ഭ്രമം, അതിൽ നിന്നെല്ലാം നമ്മുടെ ഉമ്മത്തിനെ തെറ്റിച്ചു കളഞ്ഞു. വെറും കളിപ്രാന്തന്മാരാക്കി മാറ്റിക്കളഞ്ഞു. മാധ്യമങ്ങൾ അതിന്റെ കൂടെ എഴുതും മലബാർ എന്തോ വലിയ സംഭവമാണെന്ന്. വെറുതെയാണ്. ഈ നമ്മൾ പറയല്ലേ, ചില ആളുകൾക്ക് കീ കൊടുക്കും, മൂച്ച് കയറ്റി കൊടുക്കാന്ന് പറയും, പറഞ്ഞു പോക്കി കൊടുക്കുക, എന്തോ വലിയ സംഭവമാണെന്ന് പറയും. അങ്ങനെയല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഏതെങ്കിലും തരത്തിൽ മോശപ്പെടുത്തിക്കൊണ്ടുള്ള വർത്തമാനമല്ല. നമ്മുടെ ഒരു പ്രായത്തിൽ ഇത്തരം കളികളോടുള്ള ഭ്രമങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ അത് പരിധി വിട്ടു പോകരുത് എന്ന് പറയുന്നതോടൊപ്പം നമ്മുടെ അത്തരം പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഉപകാരമുള്ള പ്രവർത്തനങ്ങളാക്കി മാറ്റിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഓരോ രാജ്യത്തിന്റെയും ആരാധകർ ഓരോ സമയത്തും നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ ബ്രസീൽ ആരാധകരുണ്ടെങ്കിൽ ഭക്ഷണം നൽകട്ടെ. അർജന്റീനക്കാരുണ്ടെങ്കിൽ നമ്മുടെ മറ്റേതെങ്കിലും, ഇന്നിപ്പോ നമ്മുടെ പരിസ്ഥിതി ദിനമാണല്ലോ, നമ്മുടെ പൊതു ബസ് സ്റ്റാൻഡുകളും പരിസരങ്ങളും വൃത്തിയാക്കട്ടെ. അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരമുള്ള പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരണമെന്ന് കൂടിയാണ് ഞാൻ പറയുന്നത്.